Okay, good evening. Good evening, all of you. Good evening, Christy, G4 Virus. Good evening, Malu, Anoximander, Dambu. Good evening, Manzura. Good evening, Russell. Good evening. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സൊല്യൂഷൻസ്. പ്ലസ് ടുവിലെ ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. അതിൻ്റെ തിയറി പോർഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ലെക്ചറിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഓക്കെ, ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ളവർ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട്. ഏഞ്ചല, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൊല്യൂഷൻസ് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് മിക്സ്ചേഴ്സ്. ഓക്കെ, രണ്ടോ അതിലധികമോ കമ്പോണൻസ് കെമിക്കലി നോൺ റിയാക്ടിങ് ആയിട്ടുള്ള സബ്സ്റ്റാൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വിളിക്കാം മിക്സ്ചേഴ്സ്. ഓക്കെ, നോൺ റിയാക്ടിങ് ആയിട്ടുള്ള രണ്ടോ അതിലധികമോ കമ്പോണൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വിളിക്കാം മിക്സ്ചേഴ്സ്. ഈ മിക്സ്ചേഴ്സിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഇനി എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ? ഹോമോജീനിയസ് മിക്സ്ചറിലാണെങ്കിൽ കമ്പോണൻസിന്റെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. ഓക്കെ, സെയിം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ദ മിക്സ്ചർ. സെയിം കോമ്പോസിഷൻ ഓഫ് കമ്പോണൻസ് ത്രൂ ഔട്ട് ദ മിക്സ്ചർ. കമ്പോണൻസിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ റേഷ്യോ, ഒരു പർട്ടിക്കുലർ യൂണിറ്റ് വോളിയം എടുക്കുകയാണെങ്കിൽ അത് ഏത് സൈഡിൽ നിന്ന് എടുത്താലും കമ്പോണൻസിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. സെയിം കോമ്പോസിഷൻ ഓഫ് കമ്പോണൻസ്. ആൻഡ് ഹെട്രോജീനിയസ് ആണെങ്കിലോ ഡിഫറെന്റ് കോമ്പോസിഷൻ ഓഫ് കമ്പോണൻസ്. കമ്പോണൻസിന്റെ കോമ്പോസിഷൻ ഓരോ ഡിഫറെന്റ് യൂണിറ്റ് വോളിയത്തിലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. ഇനി എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പൊ എന്താണ് എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ദെൻ ഹോമോജീനിയസ് മിക്സ്ചറിന്റെ പ്രത്യേകത അതിലുള്ള കമ്പോണൻസിന്റെ കോമ്പോസിഷൻ സെയിം ആയിരിക്കും. ആൻഡ് സൊല്യൂഷൻസ് വരുമ്പോൾ അതിന്റെ പ്രത്യേകത കമ്പോണൻസ് സെയിം കോമ്പോസിഷൻ ആയിരിക്കും, പക്ഷെ അതിന്റെ കമ്പോണൻസ് ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, we can vary or we can change the composition in a particular limit. Okay, ഒരു സർട്ടൈൻ ലിമിറ്റ്സിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ നമുക്ക് സൊല്യൂഷൻസ്, അത് ഹോമോജീനിയസ് മിക്സർ ആണെങ്കിൽ കൂടി അതിന്റെ കോമ്പോസിഷൻ നമുക്ക് അവിടെ വേരി ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ, ദെൻ അതിന്റെ കോമ്പോസിഷൻ ഒരു സർട്ടൈൻ ലിമിറ്റിൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഇനി സൊല്യൂഷൻസിലുള്ള കമ്പോണൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ സൊല്യൂട്ട് ആൻഡ് സെക്കൻഡ് വൺ സോൾവെന്റ്. രണ്ട് ടൈപ്പ് കമ്പോണൻസ് ആണ് സൊല്യൂഷൻസിലുള്ളത്, അതായത് ഈ ഹോമോജീനിയസ് മിക്സ്ചറിലുള്ളത്. ഫസ്റ്റ് വൺ സൊല്യൂട്ട്, സെക്കൻഡ് വൺ സോൾവെന്റ്. എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെന്റ്? ഒരു സൊല്യൂഷനിലെ ഏറ്റവും കൂടുതലുള്ള കമ്പോണന്റ്, ലാർജസ്റ്റ് ക്വാണ്ടിറ്റി, ഏറ്റവും കൂടുതലുള്ള കമ്പോണന്റിനെ വിളിക്കാം സോൾവെന്റ്. ആൻഡ് ബാക്കിയുള്ള കമ്പോണൻസിനെ എല്ലാത്തിനെയും വിളിക്കാം സൊല്യൂട്ട്. അതർ കമ്പോണൻസ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷനിലുള്ള ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഉള്ള കമ്പോണൻസിനെ വിളിക്കാം സോൾവെന്റ്. ബാക്കിയുള്ള അതർ പാർട്ടിക്കിൾസിനെ വിളിക്കാം, അല്ലെങ്കിൽ അതർ കമ്പോണൻസിനെ വിളിക്കാം സൊല്യൂട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സൊല്യൂഷനെ നമുക്കൊരു ഫോർമുലയിൽ റെപ്രസെന്റ് ചെയ്യാം. സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്.
സൊല്യൂട്ടും സോൾവെന്റും ചേർന്നതാണ് സൊല്യൂഷൻ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സൊല്യൂഷനെ പറ്റി പറഞ്ഞത്. ഇനി സൊല്യൂഷന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യണം based on number of components. കമ്പോണൻസിന്റെ എണ്ണത്തിനനുസരിച്ച് സൊല്യൂഷനെ മെയിൻലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, ഏറ്റവും ബേസ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഇതൊരു മിക്സർ ആണ്. മിക്സർ വരുമ്പോൾ ഏറ്റവും കുറവ് കമ്പോണൻസ് എത്ര വരണം? മിനിമം 2 എണ്ണം. അപ്പൊ 2 കമ്പോണൻസ് വരികയാണെങ്കിൽ അതിനെ വിളിക്കാം ബൈനറി സൊല്യൂഷൻ. ബൈനറി മീൻസ് 2. ഓക്കെ. സെക്കൻഡ് വൺ, 3 കമ്പോണൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കാം ടെർണറി സൊല്യൂഷൻ. ആൻഡ് 3 കമ്പോണൻസ് വന്നു കഴിഞ്ഞാൽ ടെർണറി സൊല്യൂഷൻ. ആൻഡ് 4 കമ്പോണൻസ് വന്നു കഴിഞ്ഞാൽ ക്വാട്ടേർണറി സൊല്യൂഷൻ. ഓക്കെ. ഇതിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് മെയിൻലി ബൈനറി സൊല്യൂഷൻ. ബൈനറി സൊല്യൂഷനിൽ സൊല്യൂട്ട് കമ്പോണൻസും ഉണ്ടാവും, സോൾവെന്റും ഉണ്ടാവും. എത്ര സൊല്യൂട്ട്, എത്ര സോൾവെന്റ്? ഒരു സൊല്യൂട്ടും ഉണ്ടാവും, 1 സൊല്യൂട്ട് ആൻഡ് 1 സോൾവെന്റ്. അപ്പൊ ഇതിൽ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഉള്ളത് സോൾവെന്റ് ആണ്, ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് സോൾവെന്റ് ആണ്. അപ്പൊ സൊല്യൂട്ട് എന്തായിരിക്കും? സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ ഡെഫിനിഷൻ പ്രകാരം സോൾവെന്റ് ലാർജസ്റ്റ് ക്വാണ്ടിറ്റി, സൊല്യൂഷനിലുള്ള ലാർജസ്റ്റ് ക്വാണ്ടിറ്റിയാണ് സോൾവെന്റ്. അതർ കമ്പോണൻസിനെ വിളിക്കാം സൊല്യൂട്ട്. അത് ബൈനറി ആണെങ്കിൽ നമുക്ക് അവിടെ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയാം. സോൾവെന്റ് വളരെ കൂടുതലായിരിക്കും, സൊല്യൂട്ട് വളരെ കുറവായിരിക്കും. ഓക്കെ ആണോ? ബൈനറി സൊല്യൂഷൻ. ഓക്കെ. ദെൻ ഈ ബൈനറി സൊല്യൂഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. സൊല്യൂഷനിൽ സോൾവെന്റിന്റെ ഫേസ് എന്താണോ, അതായത് ഫേസ് ഓഫ് സോൾവെന്റ് is same as or is equal to phase of solution. സൊല്യൂഷന്റെ ഫേസും സോൾവെന്റിന്റെ ഫേസും സെയിം ആയിരിക്കും. സോൾവെന്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ സൊല്യൂഷന്റെ ഫേസും ലിക്വിഡ് ആയിരിക്കും. സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ സൊല്യൂഷനും ഗ്യാസ് ആയിരിക്കും. സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ സൊല്യൂഷനും സോളിഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ബൈനറി സൊല്യൂഷനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. അപ്പൊ ഞാനിവിടെ എഴുതാണ് സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ. ഓക്കെ. അപ്പൊ ഓരോന്നിന്റെ ഫേസ് ആണ് ഞാൻ പറയുന്നത്. ഫേസിനെ ബേസ് ചെയ്ത് ബൈനറി സൊല്യൂഷൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സൊല്യൂട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ വരും, സോൾവെന്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ വരും. സോൾവെന്റിന്റെ ഫേസ് തന്നെയായിരിക്കും സൊല്യൂഷന്റെ ഫേസ്. അപ്പൊ സൊല്യൂഷന്റെ ഫേസ് ഇവിടെ എന്തായിരിക്കും? ലിക്വിഡ്. ഓക്കെ. ദെൻ സൊല്യൂട്ട് ഞാനിവിടെ ഗേഷ്യസ് സ്റ്റേറ്റിൽ കൊടുത്തു, സോൾവെന്റും ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ കൊടുത്തു. അപ്പൊ സൊല്യൂഷന്റെ ഫേസ് എന്തായിരിക്കും? ലിക്വിഡ് തന്നെയായിരിക്കും. കാരണം സോൾവെന്റിന്റെ അതേ ഫേസ് തന്നെയാണ് സൊല്യൂഷന്റെ ഫേസ്. അതേപോലെ ഇവിടെ സോളിഡ് കൊടുക്കാം, again ഇവിടെ ലിക്വിഡ്, ഇവിടെ ലിക്വിഡ്. അപ്പൊ ഈ സൊല്യൂഷനെ വിളിക്കാൻ ലിക്വിഡ് സൊല്യൂഷൻ. ആ ലിക്വിഡ് സൊല്യൂഷൻ നെയിം ചെയ്യുന്നത് സൊല്യൂട്ട് ഫേസ് ഇൻ സോൾവെന്റ് ഫേസ്. അപ്പൊ ആദ്യത്തേത് സൊല്യൂട്ട് ഫേസ് ലിക്വിഡ് ആണ്, ആൻഡ് സോൾവെന്റ് ഫേസും ലിക്വിഡ്. അപ്പൊ നമുക്ക് അതിനെ വിളിക്കാം ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. രണ്ടാമത്തേത് സൊല്യൂട്ട് ഗ്യാസ് ആണ്, സോൾവെന്റ് ലിക്വിഡ് ആണ്. അപ്പൊ അതിനെന്ത് വിളിക്കാം? ഗ്യാസ് ഇൻ ലിക്വിഡ്. നെക്സ്റ്റ് വൺ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ. ദെൻ വീണ്ടും ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ ലിക്വിഡ് സൊല്യൂഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഫേസ് സൊല്യൂഷന്റെ ഏതൊക്കെയാവാം? ഗ്യാസ് ആവാം. ഗ്യാസ് ആവുമ്പോൾ 3 പോസിബിലിറ്റി. സോൾവെന്റ് ഇവിടെ 3 ഗ്യാസ് ആവും. സൊല്യൂട്ട് ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം, സോളിഡ് ആവാം. ഗേഷ്യസ് സൊല്യൂഷൻ. ദെൻ അടുത്ത പോസിബിലിറ്റി സൊല്യൂഷൻ സോളിഡ് വരാം, സോൾവെന്റും സോളിഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സൊല്യൂട്ട് ഏതൊക്കെയാവാം? ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം, സോളിഡ് ആവാം. അപ്പൊ ടോട്ടൽ 9 പോസിബിലിറ്റീസ് ആണ് ഇവിടെ വരും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫേസ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ ആണോ?
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോ? ഓക്കെ. ഇനി ഈ സൊല്യൂഷനിലെ കമ്പോണൻസിനെ അനലൈസ് ചെയ്യും. അതായത് കമ്പോണൻസ് കൂടുതലാണ്, കമ്പോണൻസ് കുറവാണ്. അപ്പൊ അത് അനലൈസ് ചെയ്യാൻ രണ്ട് മെത്തേഡാണുള്ളത്. ഫസ്റ്റ് വൺ qualitative analysis. Second one quantitative analysis. Okay. Qualitative analysis. Components കൂടുതലാണോ കുറവാണോ അത്ര മാത്രമാണ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് ആണെങ്കിൽ ആ എമൗണ്ട് എക്സാക്ട് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്വാളിറ്റേറ്റീവിൽ കൂടുതലാണോ കുറവാണോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടേമുകളാണ് യൂസ് ചെയ്യുക, CONC ആൻഡ് ഡൈല്യൂട്ട്. CONC എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് കമ്പോണൻസ് വളരെ കൂടുതലായിരിക്കും, ഡൈല്യൂട്ട് കമ്പോണൻസ് വളരെ കുറവായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സ്പെസിഫിക് ആണ്. അതായത് കൃത്യമായിട്ട് നമുക്ക് അതിലെ മാസ് കണ്ടുപിടിക്കാൻ പറ്റണം, അതുപോലെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റണം, അതുപോലെ മോൾസ് കണ്ടുപിടിക്കാൻ പറ്റണം, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ quantitative analysis method expressing the concentration express ചെയ്യാനുള്ള മെത്തേഡ്. ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ്, സെക്കൻഡ് വൺ ക്വാളിറ്റേറ്റീവ് പറഞ്ഞു കോൺസെൻട്രേറ്റഡ്, ഡൈല്യൂട്ട്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാസ് ഓഫ് കമ്പോണന്റ്. ഒരു പർട്ടിക്കുലർ കമ്പോണന്റിന്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് കമ്പോണന്റ്. ഏത് കമ്പോണന്റിന്റെ ആണോ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ആ കമ്പോണന്റിന്റെ മാസ് ഓഫ് കമ്പോണന്റ്, ആ കമ്പോണന്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്സ് ഇൻ ദ സൊല്യൂഷൻ. അല്ലെങ്കിൽ എഴുതാം ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ പെർസെൻറ്റേജിലാവുമ്പോൾ ഇൻറ്റു 100. ഓക്കെ. അപ്പൊ ഇതിനെ സിമ്പിൾ ചെയ്യുന്നത് ദാറ്റ് ഈസ് W/W ആണ്. ന്യൂമറേറ്ററിലെ മാസ്, ഡിനോമിനേറ്ററിലെ മാസ്. ന്യൂമറേറ്റർ കമ്പോണന്റിന്റെ മാസ്, ഡിനോമിനേറ്റർ സൊല്യൂഷനിലെ എല്ലാ കമ്പോണന്റിന്റെയും മാസ്. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയാം. 10% A aqueous solution. 10% A aqueous solution. Okay. ഇവിടുത്തെ സൊല്യൂട്ട് എന്താണ്? സൊല്യൂട്ട് ഇസ് A. സോൾവെന്റ്, ഒരു aqueous solution ആണെങ്കിൽ സോൾവെന്റ് എന്ന് പറയുന്നത് that will be water ആയിരിക്കും. വാട്ടർ. 10% W/W ഇതിന്റെ മീനിങ് ടോട്ടൽ സൊല്യൂഷന്റെ 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ 10 ഗ്രാം A ആയിരിക്കും, ബാക്കിയുള്ളത് സോൾവെന്റ് ആയിരിക്കും. കാരണം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ബൈനറി സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം മാസ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു എത്രയാണ്, മാസ് ഓഫ് A എത്രയാണ്, ആൻഡ് ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ മാസിൽ 100 ഗ്രാം എടുക്കുകയാണ്, അതിൽ 10 ഗ്രാം കമ്പോണന്റ് A ആയിരിക്കും, ബാക്കി വരുന്നത് സോൾവെന്റ്. ഇവിടെ സോൾവെന്റ് ഏതാണ്? വാട്ടർ ആണ്. അപ്പൊ സോൾവെന്റ് വാട്ടർ ബാക്കി എത്ര വരും? ദാറ്റ് ഈസ് 90 ഗ്രാം. ഇതാണ് ഇതിന്റെ മീനിങ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മാസ് പെർസെൻറ്റേജ് മീനിങ് എഴുതിയത് സിമ്പിൾ ആൻഡ് മീനിങ്. ഫോർ എക്സാമ്പിൾ സൈറ്റ് ലക്കി അപ്പൊ ഓക്കെ. അപ്പൊ അടുത്തത് വോളിയം പെർസെൻറ്റേജ് ദാറ്റ് ഈസ് V/V. മാസ് പെർസെൻറ്റേജ് എഴുതിയ പോലെ തന്നെ വോളിയം പെർസെൻറ്റേജ്. ന്യൂമറേറ്റർ കമ്പോണന്റിന്റെ ടൈം ആയിരിക്കും, ഡിനോമിനേറ്റർ ടോട്ടൽ സൊല്യൂഷന്റെ ടൈം ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ എഴുതാം വോളിയം പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ്
all the components or total volume of solution, all the components into 100, okay, into 100. അപ്പോൾ ഒരു example 10% A in B, 10% A in B. ഇതിന്റെ മീനിങ് ഇവിടെ V by V എന്ന് ഇട്ടിരിക്കുകയാണ്. ന്യൂമറേറ്റർ വോളിയം ഓഫ് കമ്പോണന്റ് ഏതിന്റെ വോളിയമാണ് പറഞ്ഞിരിക്കുന്നത്? എയുടെ വോളിയം. അപ്പോൾ വോളിയം ഓഫ് എ ഈസ് ഈക്വൽ ടു 10 milliliter and total volume of solution is 100 milliliter. 100 milliliter സൊല്യൂഷനിൽ ആ കമ്പോണന്റ് എത്ര മില്ലിലിറ്റർ ആണ്, അതാണ് അവിടുത്തെ വോളിയം പെർസെൻറ്റേജ്. ഇപ്പൊ ഇവിടെ എഴുതാം, വോളിയം ഓഫ് ബി എത്രയായിരിക്കും? ടോട്ടൽ 100, എ 10 ml, അപ്പൊ ഇവിടെ എത്ര വരും? 90 ml. ഓക്കെ ആണോ? വോളിയം പെർസെൻറ്റേജ്. ദ നെക്സ്റ്റ് വൺ, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് W by V. ന്യൂമറേറ്റർ കമ്പോണന്റ്, ഡിനോമിനേറ്റർ ടോട്ടൽ കമ്പോണൻസിന്റെ ടൈം ആയിരിക്കും. ഇപ്പൊ ഇവിടെ എന്ത് വരും? മാസ് ഓഫ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം of all the components into 100. Okay, for example 10% W by V meaning A in B meaning total solution volume, total volume of solution 100 milliliter and mass of A is equal to 10 gram. Total 100 milliliter എടുക്കുകയാണെങ്കിൽ 100 milliliter solution എടുക്കുകയാണെങ്കിൽ അതിൽ 10 gram mass of component ആയിരിക്കും. പക്ഷെ ഇവിടെ മാത്രം നമുക്ക് മാസ് ഓഫ് സോൾവെന്റോ വോളിയം ഓഫ് സോൾവെന്റോ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം മാസ് ബൈ വോളിയം ആണ്, ഒന്ന് മാസിലും ഒന്ന് വോളിയത്തിലുമാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ടേം വേണ്ടി വരും, ദാറ്റ് ഈസ് ഡെൻസിറ്റി. കാരണം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയം ആണ്. ഇതറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മാസ് ബൈ വോളിയം. ദ നെക്സ്റ്റ് വൺ, പാർട്സ് പെർ മില്യൺ, ppm. പാർട്സ് പെർ മില്യൺ. എന്താണ് ppm? പാർട്സ് പെർ മില്യൺ, ദ നമ്പർ ഓഫ് പാർട്സ് of the component divided by total parts of all the component into, ഇതുവരെ പെർസെൻറ്റേജ് ആയിരുന്നു, അപ്പൊ അതിന്റെ പെർസെൻറ്റേജ് വാല്യൂ മാക്സിമം 100 ഇട്ടു. അപ്പൊ പാർട്സ് പെർ മില്യൺ, ഇപ്പൊ ഇവിടെ മില്യണിൽ കാണണമെങ്കിൽ 1 million, ദാറ്റ് ഈസ് 10⁶. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ടായിട്ട് അല്ലെങ്കിൽ 1 പാർട്ടായിട്ട് എന്താണ് എടുക്കുക? 1 പാർട്ടായിട്ട് സാധാരണ എടുക്കുന്നത് 1 part is equal to mass in grams or volume in milliliter ആയിരിക്കും. mass in grams or volume in milliliter. Clear? For example 10 gram NaOH in 200 gram water. 10 gram NaOH in 200 gram water. ഓക്കെ, അപ്പൊ ഇവിടെ മാസ് ഇൻ ഗ്രാം, ഓരോ യൂണിറ്റ് ഗ്രാമിനെ അവിടെ ഓരോ പാർട്ടായിട്ട് എടുക്കും. അപ്പൊ പാർട്സ് പെർ മില്യൺ ഇവിടെ എന്ത് വരും? പാർട്സ് പെർ മില്യൺ ഓഫ് NaOH, നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണന്റ്, ഇപ്പൊ ഇവിടെ എത്രയാണ്? 10 gram means 10 parts divided by total parts of all the component. NaOH 10 plus water ഇന്റേത് 200 into 10⁶. ക്ലിയർ ആണോ? പാർട്സ് പെർ മില്യൺ, അതിൽ പാർട്ടായിട്ട് എടുത്തത് 1 പാർട്ടായിട്ട് എന്തെടുക്കുന്നു, ആ ഒരു കാര്യം നോട്ട് ചെയ്തോളുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് മെത്തേഡ്, ദാറ്റ് ഈസ് mole fraction. The symbol is X. Mole fraction X is
ഫസ്റ്റ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ x1 is equal to number of moles of first component divided by total number of moles of all the components. Total number of moles of all the components. ഇപ്പോൾ ഇവിടെ ഒരു ബൈനറി സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ബൈനറി സൊല്യൂഷൻ number of moles of component 1 divided by total number of moles of all the components എത്ര നമ്പർ വരും? 2 നമ്പർ. അപ്പോൾ x2 mole fraction of second component, number of moles of second component divided by total number of moles of all the components. ഇനി ഒരു സൊല്യൂഷനിൽ n കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. n കമ്പോണൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? n1 number of moles of component 1 divided by n1 plus n2 plus etc up to n. Okay. Then മോൾ ഫ്രാക്ഷന്റെ പ്രത്യേകത ഒരു സൊല്യൂഷനിലെ എല്ലാ കമ്പോണൻസിന്റെ മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് 1 ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ബൈനറി സൊല്യൂഷനിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. രണ്ട് കമ്പോണൻസിന്റെ മോൾ ഫ്രാക്ഷന്റെ സം x1 plus x2 is equal to 1 ആയിരിക്കും. x1 is equal to എന്ത് എഴുതാം? 1 minus x2 എന്ന് എഴുതാം. അതേപോലെ തന്നെ x2 is equal to 1 minus x1 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ? മോൾ ഫ്രാക്ഷൻ. അപ്പൊ ഇനി അടുത്ത ടൈം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ടൈം. ദാറ്റ് ഈസ് മൊളാരിറ്റി. RITY. Simple as capital letter M. And molarity is number of moles of the component, divided by volume of solution in liter. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് ന്യൂമറേറ്റർ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ മോൾ യൂണിറ്റ്, denominator unit liter, moles per liter. Molarity number of moles of the component divided by volume of solution in liter. Then ഒരു സൊല്യൂഷനിൽ, ബൈനറി സൊല്യൂഷനിൽ കമ്പോണന്റ് 1 സോൾവെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്, കമ്പോണന്റ് 2 സൊല്യൂട്ട് ആയിട്ട്. ഓക്കെ, കമ്പോണന്റ് 1 സോൾവെന്റ്, കമ്പോണന്റ് 2 സൊല്യൂട്ട്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കമ്പോണന്റ് ഇസ് ഈക്വൽ ടു, molarity of solute component is equal to എന്ത് വരും? That is equal to number of moles of solute N2 by volume of solution in liter. Clear? അപ്പോൾ അടുത്ത quantitative analysis method, molality. LITY, molality, symbol small letter. Molality. Formula number of moles of the component, divided by mass of solvent in kilogram. അപ്പോൾ ഇവിടെ യൂണിറ്റ് ന്യൂമറേറ്റർ മോൾ, ഡിനോമിനേറ്റർ കിലോഗ്രാം, മോൾസ് പെർ കിലോഗ്രാം. ഓക്കെ, അപ്പൊ ഇതില് ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് മെത്തേഡ്സിൽ ഏതൊക്കെ ടേമുകളാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഏതൊക്കെ ടേമുകളാണ് ടെമ്പറേച്ചറിനെ ഇൻഡിപെൻഡന്റ് ആവുക? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ഏതാണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് കണ്ടുപിടിക്കാൻ മാസും വോളിയമാണ് ഈ എക്സ്പ്രഷനിൽ എല്ലാത്തിലും വന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വോളിയം, മാസ്, വോളിയം, ഇതിൽ ഏതാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏതായിരിക്കും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും? മാസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡസ് നോട്ട് ഡിപ്പെൻഡ്. But volume depends on temperature. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് മെത്തേഡ്സിൽ വോളിയം വി വരുന്ന എല്ലാ ടേമുകളും എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓക്കെ,
അപ്പൊ ഇതിൽ ഏതൊക്കെ വരും? മാസ് പെർസെൻറ്റേജ് W/W വരില്ല. വോളിയം പെർസെൻറ്റേജ് വരും. മാസ് ബൈ വോളിയം വരും. ഓക്കെ. ദെൻ പാർട്സ് പെർ മില്യൺ, 1 പാർട്ട് 1 milliliter ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. പക്ഷെ യൂണിറ്റ് ഗ്രാം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ മോൾ ഫ്രാക്ഷൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്, അവിടെ മാസ് ആണ് വരിക, ഇൻഡിപെൻഡന്റ് ആണ്. ദെൻ മൊളാരിറ്റി M, മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം, ഡിപെൻഡന്റ് ആണ്. മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം, നമ്പർ ഓഫ് മോൾസ് മാസിലാണ് എക്സ്പ്രസ് ചെയ്യുക, അപ്പൊ ഇവിടെ വരില്ല. ഓക്കെ. ഇനി ഒരു കോൺസെൻട്രേഷൻ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് മെത്തേഡും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് നോർമാലിറ്റി. നോർമാലിറ്റി 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 symbol N and formula number of gram equivalents divided by volume of solution in liter. Number of gram equivalents divided by volume of solution in liter. ഇനി എങ്ങനെയാണ് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് is equal to given mass divided by gram equivalent weight or gram equivalent mass. Given mass divided by gram equivalent weight or gram equivalent mass. ഈ നോർമാലിറ്റി ഫോർമുല നോക്കിയാൽ തന്നെ അറിയാം, ഇതിൽ വോളിയം ടൈം ഉണ്ട്. ഈ നോർമാലിറ്റിയും എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ ആണോ? ഇപ്പൊ ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്, ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്? വോളിയം വരുന്ന ഏതൊക്കെയാണോ അത് നോക്കിയാൽ മതി. വോളിയം ഇല്ലാത്ത മാസ് മാത്രമുള്ളതാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. ഓക്കെ ആണോ ഇതുവരെ? ഓക്കെ. അപ്പൊ ഇതിനി ഓരോ കോൺസെൻട്രേഷൻ ടൈംസ് നമ്മൾ തമ്മിലുള്ള റിലേഷൻസ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ molarity, density of solution and mass percentage of solute. Relationship between molarity, density of solution and mass percentage of solute. Molarity M is equal to mass percentage of solute X into D into 10 divided by molecular mass of solute MM2. Okay. Molarity, density of solution, mass percentage of solute തമ്മിലുള്ള റിലേഷൻ. ഇവിടെ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ അതിന്റെ യൂണിറ്റ്, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ യൂണിറ്റ് ഗ്രാം പെർ മില്ലിലിറ്ററിലായിരിക്കും യൂണിറ്റ്. ഓക്കെ. ദെൻ പെർസെൻറ്റേജ് ഡയറക്റ്റ് ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഡിവൈഡ് ബൈ 100 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നെ ചെയ്യാം. 10% എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 10 എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ. അല്ലാതെ 10/100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ. ഇനി അടുത്ത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊളാലിറ്റി ആൻഡ് mole fraction of components. Molality and mole fraction. Molality of the solute is equal to mole fraction of solute X2 into 1000 divided by mole fraction of component 1 into molecular mass of solvent or component 1. 1 for solvent and 2 for solute. Molality മോൾ ഫ്രാക്ഷൻസും തമ്മിലുള്ള റിലേഷൻ. ഈ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ സോൾവെന്റ് ഇസ് ഓൾവേസ് വാട്ടർ ആയിരിക്കും. ഒരു അക്വസ് സൊല്യൂഷന്റെ മൊളാലിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ അവിടെ ഈ ഒരു ടൈം 1000 by molecular mass of water is 18 വരും. ഈ ഒരു വാല്യൂ കോൺസ്റ്റന്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. 1000/18 that is equal to
55.55. Okay ആണോ? Clear ആണോ? Molarity density relation, then molality mole fraction relation. Okay, അതിൽ 1000/18 constant value, that is 55.55. Okay, then condition for dilution. Condition for dilution. ഒരു സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷന്റെ ആ ഡൈല്യൂട്ട് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? അപ്പൊ ആദ്യം തന്നെ എന്താണ് ഡൈല്യൂഷൻ പ്രോസസ് എന്നറിഞ്ഞിരിക്കണം. ഞാനിവിടെ ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്. സൊല്യൂഷൻ എടുക്കുന്നു. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷനിലേക്ക് സൊല്യൂട്ട് ആണോ ആഡ് ചെയ്യേണ്ടത്, സോൾവെന്റ് ആണോ ആഡ് ചെയ്യേണ്ടത്? സൊല്യൂട്ട് ആണോ ആഡ് ചെയ്യേണ്ടത് അതോ സോൾവെന്റ് ആണോ ആഡ് ചെയ്യേണ്ടത്? സൊല്യൂട്ട് ആഡ് ചെയ്യണോ അതോ സോൾവെന്റ് ആഡ് ചെയ്യണോ? കമന്റ് ചെയ്യാമോ? സൊല്യൂട്ട് ആഡ് ചെയ്യണോ സോൾവെന്റ് ആഡ് ചെയ്യണമോ? സോൾവെന്റ് ആഡ് ചെയ്യുക. സോൾവെന്റ് എക്സസ് ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോഴാണ് ആ സൊല്യൂഷൻ ഡൈല്യൂട്ടഡ് ആക്കാൻ പറ്റും. ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് സോൾവെന്റ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈല്യൂഷൻ പ്രോസസ്. ഡൈല്യൂഷൻ. സോൾവെന്റ് കൂടുതലായിട്ട് ആഡ് ചെയ്തു. ഓക്കെ, സോൾവെന്റ് കൂടുതലായിട്ട് ആഡ് ചെയ്തു. സോൾവെന്റ് കൂടുതലായിട്ട് ആഡ് ചെയ്തപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇനീഷ്യൽ കേസ് 1, ഈ സൊല്യൂഷന്റെ മൊളാരിറ്റി M1 ആണ്, വോളിയം V1 ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് N ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് N ആണ്. ഞാനിപ്പോ ഇവിടെ N2 നോക്കാം. അങ്ങനെയാണെങ്കിൽ ഡൈല്യൂഷന് ശേഷം സോൾവെന്റ് ആഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള സൊല്യൂഷന്റെ മൊളാരിറ്റി ചേഞ്ച് ചെയ്യും, M2 ആവും. വോളിയം ഓഫ് കോഴ്സ് ചേഞ്ച് ചെയ്യും, വോളിയം അവിടെ ഇൻക്രീസ് ചെയ്യും, V2 ആവും. നമ്പർ ഓഫ് മോൾസിന് എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്പർ ഓഫ് മോൾസ് ഇതാണ് ഫോർമുല, ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഗിവൺ മാസിന് ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ആവും. മോളിക്കുലർ മാസിന് ചേഞ്ച് വന്നാൽ നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ആവും. ചേഞ്ച് വരുമോ ഇല്ലയോ? ചേഞ്ച് വരുമോ ഇല്ലയോ? ചാറ്റിന് എനിക്ക് കാണാത്തതാണ്. ചേഞ്ച് വരുമോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് സെയിം ആയിരിക്കുമോ അതോ ഡിഫറെന്റ് ആയിരിക്കും? കൂന്നത്തുപറമ്പിൽ പഠിപ്പി സോറ. ചേഞ്ച് ആയിരിക്കില്ല, സെയിം ആയിരിക്കും. കാരണം മാസ് അവിടെ മാറുന്നില്ല. സൊല്യൂട്ടിന്റെ മാസ് അവിടെ ഫിക്സഡ് ആണ്, മോളിക്കുലാർ മാസും ഫിക്സഡ് ആണ്, അപ്പൊ സെയിം ആണ്. അപ്പൊ ഇത് തന്നെയാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് തന്നെയാണ് കണ്ടീഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബിഫോർ ഡൈല്യൂഷൻ, മൊളാരിറ്റി ഫോർമുല, അതായത് M1 ഫോർമുല, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ ഇവിടുന്ന് N2 എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് M1 V1. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡൈല്യൂഷൻ M1 V1. Number of moles after dilution, molarity into volume M2 V2. Therefore, condition for dilution M1 V1 equal to M2 V2. അതെങ്ങനെയാണ് വന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് സെയിം ആയതുകൊണ്ട് രണ്ടും ഇക്വേറ്റ് ചെയ്തു. M1 V1 number of moles before dilution, before. M2 V2 number of moles after dilution, after dilution. Clear ആണോ? Okay ആണോ? ഓക്കെ ആണെങ്കിൽ ഇനി അടുത്ത നോർമാലിറ്റി ആൻഡ് മൊളാരിറ്റി റിലേഷൻ. നോർമാലിറ്റി ആൻഡ് മൊളാരിറ്റി. നോർമാലിറ്റി N is equal to
n factor into molarity. Molarity in n factor which multiply the normality. N factor. N factor or solution answers marikonde. For example, acid anangil n factor value is equal to number of H plus ions produced by an acid. Basicity of acid, or number of H plus ions produced by an acid. Okay. Solution basic anangil n is equal to number of OH minus ions produced by an acid. Number of OH minus ions produced by a base. Okay. Solution or salt component alangil ionic solution anangil n is equal to total positive or negative charge. Total positive or negative charge. For example, NaCl. NaCl il Na plus Cl minus 1. Total positive 1. And a magnitude amount. MgCl2. Total positive 2 1 plus 2 Cl minus 1. Cl minus total negative minus 2 ആണ് വരിക. 2 chlorine. അപ്പോൾ ഇവിടെ magnitude 2. Okay. അപ്പോൾ normality molarity തമ്മിലുള്ള relation പറഞ്ഞു. Then വീണ്ടും ഞാൻ പഴയ dilution കണ്ടീഷനിലേക്ക് പോവാണ്. ഈ സൊല്യൂഷനിൽ n factor സെയിം ആയിരിക്കുമോ ഡിഫറെന്റ് ആയിരിക്കുമോ? n factor സെയിം ആയിരിക്കുമോ ഡിഫറെന്റ് ആയിരിക്കുമോ? അതായത് ആദ്യത്തെ സൊല്യൂഷനിൽ ഒരു പർട്ടിക്കുലർ സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട്. സോൾവെന്റ് എക്സസ് ആയിട്ട് ആഡ് ചെയ്യും, സെയിം സോൾവെന്റ് ആണ് ആഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡൈല്യൂട്ടഡ് സൊല്യൂഷനിൽ സെയിം സൊല്യൂട്ട് ആണ്, സെയിം സോൾവെന്റ് ആണ്. അപ്പോൾ അവിടുത്തെ n factor സെയിം ആയിരിക്കുമോ ഡിഫറെന്റ് ആയിരിക്കും? രണ്ടും എന്ത് തന്നെയാണ്? സെയിം സൊല്യൂഷൻ ആണ്. ഒന്നിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, മറ്റേത് കുറവാണ്. സെയിം സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും n factor എന്തായിരിക്കും? സെയിം ആയിരിക്കില്ലേ? n factor സെയിം ആയിരിക്കും. അപ്പൊ ഞാൻ ഈ മൊളാരിറ്റിയുടെ ടൈമിൽ രണ്ട് സൈഡിലും n factor വെച്ച് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ n factor, റൈറ്റ് സൈഡിലും n factor വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ. Then n factor into molarity, normality. V1 is equal to n factor into molarity, that is normality N2. Our second relation in terms of normality, N1 V1 is equal to N2 V2. Okay, ano? Condition for dilution, M1 V1 equal to M2 V2, or N1 V1 equal to N2 V2. Clear? അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. കണ്ടീഷൻ ഫോർ മിക്സിംഗ്. കണ്ടീഷൻ ഫോർ റെഡി ഓക്കെ. കണ്ടീഷൻ ഫോർ മിക്സിംഗ്. സൊല്യൂഷൻസ് മിക്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ? ഇപ്പൊ ഞാനിവിടെ സെയിം സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. ഒരു വെസലിൽ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്തു. മൊളാരിറ്റി M1, വോളിയം V1. Then same solute, same solvent. മറ്റൊരു സൊല്യൂഷൻ എടുത്തു. സെയിം സൊല്യൂട്ടും സെയിം സോൾവെന്റും ആയിട്ടുള്ള സൊല്യൂഷൻ എടുത്തു. അതിന്റെ മൊളാരിറ്റി ചേഞ്ച് ചെയ്ത് M2, വോളിയം ചേഞ്ച് ചെയ്തു V2. ദെൻ വീണ്ടും കുറച്ചുകൂടെ കൂടുതൽ സൊല്യൂഷൻ എടുത്തു. സെയിം സൊല്യൂട്ട്, സെയിം സോൾവെന്റ്. മൊളാരിറ്റി M3, വോളിയം V3. ദെൻ ഇത് മൂന്നും കൂടി ഞാൻ മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് ഒരു വലിയ പാത്രത്തിലേക്ക് വെച്ചു. ഓക്കെ. ചെറിയ പാത്രത്തിൽ നിന്ന് ഒരു വലിയ വിപ്പയിലേക്ക് മൂന്ന് സൊല്യൂഷനും കൂടി അങ്ങ് മിക്സ് ചെയ്തു. എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തു. ഒരു കോക്ടെയിൽ, എല്ലാം കൂടി മിക്സ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇതിൽ ഈ കേസിൽ number of moles of first solution എത്രയായിരിക്കും? Number of moles of first solution എത്രയായിരിക്കും? That is N1. അത് എത്ര വരും? M1 V1. Second one in the number of moles N2 is equal to M2 V2. Third one
N3 is equal to M3V3. Okay. Then ഞാൻ ഇവിടെ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തപ്പോൾ അവിടെ മൊളാരിറ്റി ചേഞ്ച് ചെയ്തു. ആ മൊളാരിറ്റി ഞാൻ ഇവിടെ എഴുതാണ് റിസൾട്ടന്റ് മൊളാരിറ്റി. റിസൾട്ടന്റ് മൊളാരിറ്റി. ഈ റിസൾട്ടന്റ് മൊളാരിറ്റി എന്ത് കണ്ടുപിടിക്കാം? ഇതിലുള്ള ടോട്ടൽ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? ആദ്യത്തെ വെസലിലുള്ള നമ്പർ ഓഫ് മോൾസ് N1, രണ്ടാമത്തെ വെസലിലുള്ള നമ്പർ ഓഫ് മോൾസ് N2, മൂന്നാമത്തേലുള്ളത് N3 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. എത്രയായിരിക്കും? ഓരോ വെസലിലെ വോളിയം ആഡ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ഒന്നുകൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാം. ഞാനിപ്പോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? N1 plus N2 plus N3 by V1 plus V2 plus V3. N1 എന്ന് പറഞ്ഞാൽ that is M1 V1, N2 M2 V2 and M3 V3 by V1 plus V2 plus V3. ഇപ്പൊ കണ്ടീഷൻ ഫോർ മിക്സിംഗ് ഓരോ ടൈമിന്റെ അല്ലെങ്കിൽ ഓരോ വെസലിലുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഇപ്പൊ രണ്ടെണ്ണാണെങ്കിൽ യെസ് N total divided by V total. That's all. N total is molarity into volume. ഓരോന്നിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, ആഡ് അപ്പ് ചെയ്യും. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ M1 V1 plus M2 V2 ഡിവൈഡഡ് ബൈ V1 plus V2. ഈ കേസിൽ നോർമാലിറ്റിയുടെ ടൈംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഞാനിപ്പോൾ ഇവിടെ രണ്ട് സൊല്യൂഷൻ മിക്സ് ചെയ്യുന്ന കേസ് ചെയ്താൽ MR is equal to M1 V1 plus M2 V2 divided by V1 plus V2. രണ്ട് സൊല്യൂഷൻ മിക്സ് ചെയ്യുന്നു. സെയിം സൊല്യൂട്ട് സെയിം സോൾവെന്റ്. ഈ രണ്ട് സൊല്യൂഷനിലും N ഫാക്ടർ സെയിം ആയിരിക്കുമോ ഡിഫറെന്റ് ആയിരിക്കുമോ? സെയിം ആയിരിക്കുമോ ഡിഫറെന്റ് ആയിരിക്കുമോ? N ഫാക്ടർ രണ്ട് സൊല്യൂഷനിൽ എന്തായിരിക്കും? സെയിം അല്ലേ? സെയിം സൊല്യൂട്ടും സെയിം സോൾവെന്റും അല്ലേ? ഓക്കെ. ഇപ്പൊ കോൺസെൻട്രേറ്റഡ് H2SO4 ഒന്ന് 98% കൊടുക്കുന്നു, ഒന്ന് 60% കൊടുക്കുന്നു. കോൺസെൻട്രേറ്റഡ് H2SO4 ഒന്ന് 98% കൊടുക്കുന്നു, ഒന്ന് 60% കൊടുക്കുന്നു. രണ്ടിന്റെ N ഫാക്ടർ എത്രയാ? രണ്ടിടത്തും 2 അല്ലേ? കോൺസെൻട്രേഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളൂ, പക്ഷേ N ഫാക്ടർ അവിടെ സെയിം ആണ്. സെയിം. അപ്പൊ സെയിം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെയിം വരുമ്പോൾ ഇവിടെ രണ്ടിടത്തും എന്ത് ചെയ്യാം? സെയിം വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ രണ്ടിടത്തും N വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. N ഇൻറ്റു MR, N ഫാക്ടർ N ഇൻറ്റു M1 V1 പ്ലസ് M2 V2. ഓക്കെ. അപ്പൊ N ഇൻറ്റു molarity, that is normality. But normality NR is equal to N1 V1 plus N2 V2 by V1 plus V2. ഇപ്പൊ നോർമാലിറ്റിയുടെ ടൈംസിലും എഴുതാം, മൊളാരിറ്റിയുടെ ടൈംസിലും എഴുതാം. ഓക്കെ ആണോ? ലോജിക്ക് ക്ലിയർ ആണോ? അപ്പൊ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഇക്വേഷൻ വന്ന മെത്തേഡും കൂടി ആലോചിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ പഠിക്കുന്നത് മറന്നുപോകില്ല. ചില സമയത്ത് നമുക്ക് മറന്നുപോയ ഇക്വേഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? കണ്ടീഷൻ ഫോർ മിക്സിംഗ് ആൻഡ് കണ്ടീഷൻ ഫോർ ഡൈല്യൂഷൻ. ഓക്കെ. അപ്പൊ അടുത്ത ടൈമിലേക്ക് പോവാണ്. solubility and dissolution. Solubility and dissolution. Set. Okay. Solubility and dissolution. Solubility and dissolution എന്ന് പറഞ്ഞാൽ solubility എന്താണ്, dissolution എന്താണെന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ dissolution പറയാം. Dissolution. ഒരു പർട്ടിക്കുലർ സോൾവെന്റ് എടുത്തു, അതിലേക്ക് സൊല്യൂട്ട് കമ്പോണന്റ് ഞാൻ മിക്സ് ചെയ്തു. സൊല്യൂട്ട് കമ്പോണന്റ് മിക്സ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ഒരു സൊല്യൂഷൻ ആയിട്ട് മാറും. ഒരു പർട്ടിക്കുലർ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് കമ്പോണന്റ് മിക്സ് ചെയ്തു ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അത് സൊല്യൂഷൻ ആയിട്ട് മാറും. ഈ പ്രോസസ്സിനെ വിളിക്കാം ഡിസൊല്യൂഷൻ. അതായത് സൊല്യൂഷൻ മേക്ക് ചെയ്യുന്ന പ്രോസസ്, അതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഡിസൊല്യൂഷൻ എന്ന് വിളിക്കുക. പർട്ടിക്കുലർ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് സൊല്യൂഷൻ മേക്ക് ചെയ്യുന്ന പ്രോസസ് ഡിസൊല്യൂഷൻ. അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് സൊല്യൂബിലിറ്റി?
സോലിബിലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്, കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. ഇപ്പോ ഞാനിപ്പോൾ ഒരു ലിക്വിഡ് സോൾവെന്റ് എടുക്കുകയാണ്. ലിക്വിഡ് സോൾവെന്റ് എടുക്കുക. സോൾവെന്റ് ലിക്വിഡ്, അതിലേക്ക് ഞാൻ സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്യണം. സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്യണം. ഈ സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സോളിഡ് സൊല്യൂട്ട് വന്നിരിക്കുന്നത് ലിക്വിഡ് മോളിക്യൂൾസിന്റെ ഇടയിലായിരിക്കും. അപ്പൊ ലിക്വിഡ് മോളിക്യൂൾസിന്റെ എല്ലാ ഗ്യാപ്പിലും വന്നിരുന്നു കഴിഞ്ഞാൽ ഡിസൊല്യൂഷൻ അവിടെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അപ്പൊ അങ്ങനെ എല്ലാ ഗ്യാപ്പിലും വന്നിരിക്കാൻ വേണ്ടി എത്ര എമൗണ്ട് സൊല്യൂട്ട് വേണം, അതിനെയാണ് ആ സൊല്യൂട്ടിന്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുക. അതായത് ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ സൊല്യൂട്ട് എത്ര എമൗണ്ട് ആഡ് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതിനെയാണ് സൊല്യൂബിലിറ്റി എന്ന് പറയുക. ദാറ്റ് ഈസ് the maximum amount of solute that can be dissolved in a particular solvent at a particular temperature. That can be dissolved in a particular solvent at a particular temperature. At a particular temperature എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വേർഡ് ഉണ്ടായിരിക്കുന്നത്. കാരണം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ അവിടെ സൊല്യൂബിലിറ്റി എമൗണ്ട് ഇൻക്രീസ് ചെയ്യാം. ഇപ്പൊ ചില കേസിൽ ഇൻക്രീസ് ചെയ്യാം, ചില കേസിൽ ഡിക്രീസ് ചെയ്യാം. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുന്നവരുണ്ട്, ചിലപ്പോ ഇപ്പൊ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചായ കുടിക്കുന്നവരുണ്ട്. ചായ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പഞ്ചസാര ഇടാറില്ല. ഓക്കെ, നിങ്ങൾക്കൊന്നും പഞ്ചസാര ഇടാതിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഷുഗർ കൂടുതലുള്ളവരും ഉണ്ടാകാം, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരും ഉണ്ടാകാം, അതിൽ ചിലർ കണ്ണട വെച്ചവരാകാം. എനിവേ, അപ്പോ ചായയിൽ പഞ്ചസാര ഇടുമ്പോൾ ആ ചായയുടെ വാട്ടർ ലെവൽ കൂടാറുണ്ടോ കുറയാറുണ്ടോ അത് സെയിം ആയിരിക്കും. കൂടാറുണ്ടോ കുറവായിരിക്കോ അത് സെയിം ആയിരിക്കും. ആലോചിച്ചണ്ട, കൂടാറുണ്ടോ കുറവുണ്ടോ, കൂടാറുണ്ടോ കുറയാറുണ്ടോ അതോ സെയിം ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവിടെ കൂടുകയല്ല കുറയല്ല, സെയിം ആയിരിക്കും. കാരണം റോഷന കൂടും. ഒരു ഗ്ലാസ് ചായയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നോക്ക്, ആ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നോക്കാം, കൂടില്ല. കാരണം പഞ്ചസാര ലിക്വിഡ് മോളിക്യൂൾസിന്റെ ഇടയിലാണ് വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് അത് കൂടാത്തത്. ഓക്കെ, അതായത് നമ്മൾ മതില് പണിയും പോലെ. മതിൽ എങ്ങനെയാ പണിയുക? കല്ല് വെക്കുന്നു, അതിന്റെ ഇടയിൽ സിമെന്റ് മിക്സ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മതിലുകൾ പണിയുക, അല്ലെങ്കിൽ വാൾസ് പണിയുക. അതേപോലെയാണ് ഇവിടെ നടക്കുക. അപ്പൊ അതുകൊണ്ടാണ് അത് കൂടാത്തത്. ഫസ്റ്റ് കൂടും, പിന്നെ റെഡിയാകും. എന്താണാവോ? ലെവല് കൂടും. എന്തേലാട്ടെ, കൂടോ കുറയ്ക്കോ. അപ്പൊ കാര്യം ഇതാണ്. കാര്യം മനസ്സിലായോ? അപ്പൊ ഇതിന്റെ വാട്ടർ മോളിക്യൂൾസിന്റെ എന്താണാവോ, ബട്ട് ഷുഗർ ഇടുമ്പോ കുറച്ച് ഒരു അപ്പ് ഉണ്ടാവൂലോ വെള്ളത്തിന്. ഇതെന്താ, ഞാൻ ചായയിൽ ഇടാനാ പറഞ്ഞ, അല്ലാതെ മറ്റേ കടലിൽ പോയി ഇടാനല്ല പറഞ്ഞ. തിരമാലയോ അപ്പ് ഉണ്ടാവൂന്ന് ചോദിച്ചു. ചെറുതായിട്ടുണ്ടാവും, ശരിയാണ്. എന്താന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്താലാണ് ഇതിലേക്ക് കയറത്തുള്ളൂ. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ അത് ഉണ്ടാവും. കാരണം ഷുഗർ ഇത്രയും വലിയ സ്പീസസ് ആണ്. ഇത് ഡിസോൾവ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിന്റെ ക്രിസ്റ്റൽസ് അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് വാട്ടർ മോളിക്യൂൾസിൽ കയറി ഇരിക്കാൻ കുറച്ച് സമയം എടുക്കും. ഇനീഷ്യലി എന്തായാലും അപ്പ് ചെയ്യും. കറക്റ്റ് ആണ്. കൊട്ടും ഭീകരിയാണല്ലോ. എനിവേ, ഇപ്പൊ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ
dissolution, solubility പറഞ്ഞു. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്നത് classification of solution, classification of solid in liquid solution based on solubility നെ ബേസ് ചെയ്ത് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷന്റെ ക്ലാസിഫിക്കേഷൻ. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ സൊല്യൂഷനെ വിളിക്കാം അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. Second one, saturated solution. And last one, supersaturated solution. അപ്പോൾ ഇതെന്താണ് സാച്ചുറേറ്റഡ്, എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ്, എന്താണ് അൺസാച്ചുറേറ്റഡ്? ഇപ്പൊ ഞാൻ ഒരു ഡയഗ്രാം വരച്ചിട്ട് കാണിക്കാം. അപ്പൊ നിങ്ങൾ ആ ഡയഗ്രാം നോക്കിയിട്ട് അതിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഇപ്പൊ ലിക്വിഡ് മോളിക്യൂൾസ് ആണ് ഇവിടെ സോൾവെന്റ് ആയിട്ട് വരുന്നത്. ലിക്വിഡ് മോളിക്യൂൾസ്, സോൾവെന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ലിക്വിഡ് മോളിക്യൂൾസിന്റെ ഇടയിൽ വരും. അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ ഇതിങ്ങനെയാണ് ലിക്വിഡ് മോളിക്യൂൾസ് ഇരിക്കുക. ലിക്വിഡ് മോളിക്യൂൾസിന്റെ ഇടയിൽ സൊല്യൂട്ട് മോളിക്യൂൾസ് ഇരിക്കും. സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഇതുപോലെ എല്ലാ സ്പേസിലും കയറിയിരിക്കും. സാച്ചുറേറ്റഡ് ആണ്. സൂപ്പർ സാച്ചുറേറ്റഡ് ആണെങ്കിൽ എല്ലാ സ്പേസിലും കയറിയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിടുകയാണ്. എല്ലാ സ്പേസിലും കയറിയിരുന്ന് വീണ്ടും വിടുകയാണ്. എല്ലാ കസേരയിലും ആൾക്കാർ കയറിയിരിക്കുകയാണ്. പക്ഷെ വീണ്ടും ആൾക്കാരെ തള്ളിക്കയറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആൾക്കാർ അവിടെ സൈഡിൽ പോയി നിൽക്കും. അതേപോലെ തന്നെ സ്പേസ് പോയി കഴിഞ്ഞാൽ അടുത്ത കിട്ടുന്ന സ്ഥലത്ത് പോയി ഇരിക്കും. സൂപ്പർ സ്റ്റാർസും ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ, സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ എല്ലാ കസേരയിലും ഇരിക്കാൻ പറ്റും. കസേര ബാക്കിയായിരിക്കും. സൂപ്പർ സ്റ്റാർസും ലേഡി സൂപ്പർ സ്റ്റാർസും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കസേര കഴിഞ്ഞ് ബാക്കിൽ കുറെ ആൾക്കാരുണ്ടാവും. ഇതേപോലെ ഇങ്ങനെ താഴെ വന്ന് അടിഞ്ഞു കൂടുന്നതിനെയാണ് വിളിക്കുക പ്രസിപ്പിറ്റേറ്റ്. ഇതിനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് ആ പ്രത്യേകത? സൊല്യൂബിലിറ്റി എമൗണ്ട്, അതായത് ഒരു സൊല്യൂട്ടിന് ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ അല്ലെങ്കിൽ ലിക്വിഡ് സോൾവെന്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് കംപ്ലീറ്റ് ആയാൽ ആ സൊല്യൂഷനെ വിളിക്കാം സാച്ചുറേറ്റഡ്. അതിൽ കുറവാണെങ്കിൽ വിളിക്കാം അൺസാച്ചുറേറ്റഡ്. ദെൻ കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അവിടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് താഴെ അടിഞ്ഞുകൂടും. അങ്ങനെ വരുന്ന സൊല്യൂഷനെ വിളിക്കാം സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇപ്പൊ നമ്മൾ ചായയിലോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളമൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ടോൺസിലൈറ്റിസ് ഉള്ളവരൊക്കെ മെയിൻലി ചെയ്യുന്നതാണ് ഗാർലിംഗ് ചെയ്യുക. അതായത് ഉപ്പുവെള്ളം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഉപ്പിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ താഴെ ഉപ്പുകല്ല് അടിഞ്ഞുകൂടും, പ്രസിപ്പിറ്റേറ്റ് അടിഞ്ഞുകൂടും. അപ്പൊ അതാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ദെൻ ഈ സൊല്യൂഷൻ അതിന്റെ സൊലബിലിറ്റി കൂട്ടാൻ വേണ്ടി ഒന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെയുള്ള പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? ഈ പ്രസിപ്പിറ്റേറ്റ് അവിടെ വീണ്ടും ഡിസോൾവ് ആണ്. ഓക്കെ ആണോ? സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത് effect of temperature in solid in liquid solution. Solid in liquid solution le effect of temperature എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? ടെമ്പറേച്ചർ എഫക്ട് ചെയ്യാൻ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ദാറ്റ് ഈസ് Le Chatelier's principle. എന്താണ് Le Chatelier's principle? Le Chatelier's principle of temperature, NIT. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ
എവിടെയാണോ എൻഡോതെർമിക് അവിടേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ ഫോം ചെയ്യുന്ന റിയാക്ഷൻ എന്താണ്, ഫോം ചെയ്യുന്ന പ്രോസസ് എന്താണ്? ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറയുക. ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതെർമിക് ആണെങ്കിൽ ലെഷാർക്കിയസ് പ്രിൻസിപ്പിൾ പ്രകാരം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എൻഡോതെർമിക് റിയാക്ഷന്റെ ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും. എൻഡോതെർമിക് ആണ് ഡിസൊല്യൂഷൻ എങ്കിൽ, അതായത് ഡെൽറ്റ എച്ച് ഡിസൊല്യൂഷൻ ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും. Then dissolution process exothermic ആണെങ്കിൽ, ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0, ഡെൽറ്റ എച്ച് ഡിസൊല്യൂഷൻ ലെസ് ദാൻ 0 ആണെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ എന്ത് നോക്കിയാൽ മതി? ലെഷാർക്കിയസ് പ്രിൻസിപ്പിൾ, എൻഡോതെർമിക് എവിടെയാണോ അവിടേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. എൻഡോതെർമിക് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, എക്സോതെർമിക് ആണെങ്കിൽ ഡിക്രീസ് ചെയ്യുക. ഓക്കെ ആണോ? ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇഫക്റ്റ് ഓഫ് പ്രഷർ. പ്രഷറിന്റെ ഇഫക്റ്റ്. പ്രഷറിനാണെങ്കിൽ ഇവിടെ നോ ഇഫക്റ്റ് ആണ്, ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല. കാരണം പ്രഷർ ആഗ്രഹിക്കുന്ന ഒരാൾ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ സൊല്യൂഷൻ സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. പ്രഷർ നോക്കുമ്പോൾ ഇദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരാൾ ഇവിടെ ഇല്ല. ഇദ്ദേഹം ഇവിടെ ഗ്യാസ് വന്നാലേ മൂപ്പര് വരത്തുള്ളൂ. ആളിവിടെ സോളിഡും ലിക്വിഡേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒന്ന് എത്തി നോക്കും, സോളിഡും ലിക്വിഡേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഗ്യാസ് ഉണ്ടെങ്കിലേ മൂപ്പര് ഇവിടെ വരത്തുള്ളൂ. അല്ല ക്രിസ്റ്റി കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്ത്. നോ ഇഫക്റ്റ്, വെരി ഗുഡ്. ഗ്യാസ് ഉണ്ടെങ്കിലേ ആളിവിടെ വരത്തുള്ളൂ. ഇവിടെ സോളിഡും ലിക്വിഡ് ആണെങ്കിൽ പ്രഷറിന് നോ എഫക്റ്റ് ആയിരിക്കും. അതിന്റെ കാരണം സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ ആണ്. ഇൻകംപ്രസിബിൾ. ഓക്കെ, സോളിഡും ലിക്വിഡും ആണ് വന്നിരിക്കുന്നത്. ഗ്യാസ് വന്നാലേ മൂപ്പര് വരത്തുള്ളൂ. ഗ്യാസ് വന്നാലേ പ്രഷറിന് അവിടെ ഇഫക്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തത് നെക്സ്റ്റ് സൊല്യൂഷൻ, ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെയാണ്? ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ലിക്വിഡ് ആണ് ഇവിടുത്തെ സോൾവെന്റ്. അതിൻ്റെ ഇടയിൽ ഗ്യാസ് മോളിക്യൂൾസ് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. ഗ്യാസ് മോളിക്യൂൾസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ചിലര് നമ്മളൊന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിണങ്ങിയിരിക്കും. അതേപോലെയാണ്, എന്തെങ്കിലും ഒരു അനക്കം കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പരപ്പ പുറത്തേക്ക് പോകും. അതേപോലെയാണ് ഗ്യാസ് മോളിക്യൂൾസ്. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ലിക്വിഡ് മോളിക്യൂൾസ് ഒന്ന് ഇളകും. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് മൂപ്പര് പിണങ്ങിപ്പോയി കഴിയുമ്പോൾ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ കുറവുള്ള ലിക്വിഡിലാണ് ഏറ്റവും കൂടുതൽ സൊല്യൂബിലിറ്റി ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ അക്വാട്ടിക് ഫിഷസ്. ഇപ്പൊ മീനെ പിടിക്കാനൊക്കെ ആയിട്ട് പലരും പോവാറുണ്ട്. പുഴയോരത്തും തോട്ടിലും വരമ്പത്തും. മീനുകൾ വാട്ടറിലുള്ള ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് ബയോളജിയിൽ പറയുന്നത്, അല്ലേ? വാട്ടറിലുള്ള ഓക്സിജൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത ഓക്സിജൻ
കൺസ്യൂം ചെയ്തിട്ടാണ് മീനുകൾ അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ജീവികൾ ജീവിക്കുന്നത്. അപ്പൊ ഈ വെള്ളത്തിലുള്ള ജീവികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് തണുത്ത വെള്ളത്തിലായിരിക്കും അതോ ചൂടുള്ള വെള്ളത്തിലായിരിക്കും? വളരെ തണുത്ത വെള്ളത്തിലായിരിക്കും അതോ കുറച്ച് ടെമ്പറേച്ചർ കൂടുതലുള്ള വെള്ളത്തിലായിരിക്കും? റീസൺ ഇതാണ്. റീസൺ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ സൊലുബിലിറ്റി കൂടുതലാണ്, അതായത് ഓക്സിജൻ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ഓക്സിജൻ കണ്ടന്റ് കൂടുതൽ എവിടെയാണോ അവിടെയാണ് അക്വാട്ടിക് ഫിഷസുകൾ അല്ലെങ്കിൽ അക്വാട്ടിക് ഫിഷീസുകൾ കൂടുതലായിട്ട് ഉണ്ടാവുക. കുറച്ച് ടെമ്പറേച്ചർ കുറവുള്ളിടത്തായിരിക്കും കൂടുതൽ മീനുകൾ അല്ലെങ്കിൽ അക്വാട്ടിക് ഫിഷസ് ഒക്കെ കാണാൻ പറ്റും. ചൂടുള്ള വെള്ളത്തിൽ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഈ അക്വേറിയൊക്കെ ഉണ്ടെങ്കിൽ പുറമേ ഒന്നും വയ്ക്കരുത് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വയ്ച്ചു കഴിഞ്ഞാൽ അതിലെ വെള്ളം പെട്ടെന്ന് മാറ്റേണ്ടി വരും. ഓക്കെ, കാരണം ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ക്ലിയർ? അപ്പൊ അതൊക്കെയാണ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ദെൻ ഇഫക്റ്റ് ഓഫ് പ്രഷർ. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസിന്റെ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പ്രഷർ കുറവായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സോലുബിലിറ്റിയും കുറവായിരിക്കും. ഗ്യാസിനെ ലിക്വിഡ് മോളിക്യൂൾസിൽ തള്ളി തന്നെ കയറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ഗ്യാസ് ഡിസോൾവ് ചെയ്യത്തുള്ളൂ. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ സോലുബിലിറ്റി ഇൻക്രീസ്. Then pressure solubility relation in gas in liquid solution. ഇതിനെ സ്റ്റേറ്റ് ചെയ്യുന്ന ലോ ആണ് ഹെൻറീസ് ലോ പറയുന്നത് ഒരു ഗ്യാസിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ in a gas in a liquid solution is directly proportional to mole fraction of gas in the solution. ഗ്യാസിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ ആ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനുള്ള ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എഴുതാം, P is equal to KH x gas. Then ഈ ഹെൻറീസ് ലോയിലെ KH ന് വിളിക്കുന്ന പേര് ദാറ്റ് ഈസ് ഹെൻറീസ് കോൺസ്റ്റന്റ്. ഈ ഹെൻറീസ് കോൺസ്റ്റന്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പേര് കോൺസ്റ്റന്റ് ആണെങ്കിലും ഈ കോൺസ്റ്റന്റ് എപ്പോഴും ഒരൊറ്റ വാല്യൂ അല്ല വരും. അതായത് ഓരോ ഗ്യാസിനും KH വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഓക്സിജന്റെ KH ആയിരിക്കില്ല നൈട്രജന്റെ KH, അതായിരിക്കില്ല ഹീലിയത്തിന്റെ KH, അതായിരിക്കില്ല കാർബൺ മോണോക്സൈഡിന്റെ KH. ഓരോന്നിനും KH വാല്യൂ ഹെൻറീസ് കോൺസ്റ്റന്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ. കാരണം എല്ലാ ഗ്യാസിനും ഒരേ KH വാല്യൂ ആയിരുന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ ലിക്വിഡ് സോൾവെന്റിൽ എല്ലാ ഗ്യാസും ഒരുപോലെ ഡിസോൾവ് ചെയ്യും. എല്ലാ ഗ്യാസും ഒരുപോലെ ഡിസോൾവ് ചെയ്ത് എന്താ പ്രശ്നം? ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്ന പോലെ തന്നെ വാട്ടറിലേക്ക് കാർബൺ മോണോക്സൈഡ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പോയിസണസ് ആണ്. ഓക്കെ, അതേപോലെ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നു, അതേപോലെ അമോണിയ ഡിസോൾവ് ചെയ്യുന്നു, ഹീലിയം ഡിസോൾവ് ചെയ്യുന്നു, ലാഫിംഗ് ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരേപോലെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ഒന്നും ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല. KH മെടുക്കനാണ്. ഇവൻ ഓരോ ഗ്യാസിനും ഓരോ KH വാല്യൂ കൊടുക്കും. ക്ലിയർ ആണോ? KH വാല്യൂ ഓരോ ഗ്യാസിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് തന്നെ പറയണം. കാരണം ഓരോ ഗ്യാസിന്റെ സോലുബിലിറ്റി ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ ഡിഫറെന്റ് ആയിരിക്കും. സോലുബിലിറ്റി of gases will be different. ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ ഓരോ ഗ്യാസിന്റെയും സൊല്യൂബിലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഇതെല്ലാം സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും വെള്ളം തുറന്നു വെക്കാൻ പറ്റില്ല. പോയിസണസ് ഗ്യാസ് ഒക്കെ അതിൽ ഡിസോൾവ് ചെയ്യാം. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഒന്ന് പറയൂ. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ?
ക്ലിയർ ആണ് അപ്പോൾ ഓക്കെ. അപ്പൊ അടുത്ത ടൈമിലേക്ക് ലിക്വിഡ് in liquid solution. Liquid in liquid solution. ന്റെ പ്രത്യേകത ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് ലിക്വിഡ്, അതായത് സൊല്യൂട്ടൻ ലിക്വിഡ് ആണ്, സോൾവെന്റ് ലിക്വിഡ് ആണ്, രണ്ടും വോളറ്റൈൽ എന്നുള്ള കണ്ടീഷൻ എടുക്കുക. രണ്ടും വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഈസിലി വെപ്പറൈസബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെയാണ് വോളറ്റൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ ഫസ്റ്റ് വെസൽ എടുക്കുകയാണ്. ഈ വെസലിൽ ലിക്വിഡ് 1 മിക്സ് ചെയ്തു. ഈ സൈഡ് പത്രം ലിക്വിഡ് 1 ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതിനുശേഷം ഈ ലിക്വിഡ് മോളിക്യൂൾസ് വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യും. വേപ്പർ സ്റ്റേറ്റ്, ഈ സൈഡ് മൊത്തം വേപ്പർ ഫേസ്. ഓക്കെ, വേപ്പർ സ്പേസിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വേപ്പർ സ്പേസിലേക്ക് എസ്കേപ്പ് ചെയ്ത ലിക്വിഡ്, ഇവിടെ ഞാൻ ലിക്വിഡ് 1 എന്ന് കൊടുക്കുകയാണ്. ഈ ലിക്വിഡ് ഒരു പർട്ടിക്കുലർ പ്രഷർ ഈ വെസലിന്റെ വാൾസിലും അതുപോലെ ലിക്വിഡ് സർഫസിലും എക്സേർട്ട് ചെയ്യും. ആ പ്രഷറിനെ വിളിക്കാം P10. അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ്, പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് 1. ഓക്കെ, P10 പ്യുവർ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് 1 മാത്രം ഇരിക്കുമ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. ലിക്വിഡ് 1 മാത്രം ഇരിക്കുമ്പോൾ അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്തു. ദെൻ ലിക്വിഡ് സർഫസിലും അതുപോലെ കണ്ടെയ്നറിന്റെ വാൾസിലും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. ദെൻ അടുത്ത ലിക്വിഡ് ഞാൻ എടുക്കുകയാണ്. അടുത്ത ലിക്വിഡ് സെയിം വെസലിൽ ലിക്വിഡ് 2 എടുത്തു. ദെൻ ഇവിടെ വരെ ഇത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ദെൻ ഈ സെക്കൻഡ് ലിക്വിഡ്, അതായത് ലിക്വിഡ് 2 വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നു. വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്തതിനു ശേഷം ലിക്വിഡ് സർഫസിലും വാൾസ് ഓഫ് ദ കണ്ടെയ്നറിലും ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷറിനെ വിളിക്കാം P20. ഓക്കെ, ദെൻ ഈ രണ്ട് ലിക്വിഡ്സും മിക്സ് ചെയ്യാണ്. അവിടെ ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്യാണ്. സെയിം കണ്ടെയ്നർ, സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ. ഞാൻ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സെയിം കണ്ടെയ്നർ, സെയിം ടെമ്പറേച്ചർ, ഇത് രണ്ടും മിക്സ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തുണ്ടാവും? കമ്പോണന്റ് 1 ഉണ്ടാവും, ലിക്വിഡ് 1 ഉണ്ടാവും, കമ്പോണന്റ് 2 ഉണ്ടാവും, കമ്പോണന്റ് 1, കമ്പോണന്റ് 2. അതായത് അവിടെ ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്തു. രണ്ട് കമ്പോണൻസും ഉണ്ടാവും. ദെൻ ഈ രണ്ട് കമ്പോണൻസ് ഇവിടെ വരെ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതിനുശേഷം രണ്ട് കമ്പോണൻസും വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യും. കമ്പോണന്റ് 1 ലിക്വിഡ് സർഫസിലും അതുപോലെ വാൾസിലും ഒരു പർട്ടിക്കുലർ പ്രഷർ എക്സേർട്ട് ചെയ്യും. അതിനെ വിളിക്കാം P1. കമ്പോണന്റ് 2 എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ വിളിക്കാം P2. ഞാൻ ഇവിടെ P10 എന്നും P20 എന്നും എഴുതി. ദെൻ സൊല്യൂഷനിൽ വന്നപ്പോൾ അത് P1, P2 എന്ന് എഴുതി. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത? കമ്പോണന്റ് 1 മാത്രം ഇരിക്കുമ്പോൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ P10. കമ്പോണന്റ് 2 മാത്രം ഇരിക്കുമ്പോൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ P20. ദെൻ ഈ കമ്പോണന്റ് സൊല്യൂഷൻ മേക്ക് ചെയ്തതിനു ശേഷം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് P1 and P2. ക്ലിയർ? ദെൻ ഈ പ്രഷേഴ്സ് തമ്മിലുള്ള റിലേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് റൗൾട്ട്സ് ലോ ആണ്. റൗൾട്ട്സ് ലോ എന്താണ് പറയുന്നത്? ഒരു കമ്പോണന്റ് സൊല്യൂഷൻ സ്റ്റേറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഞാൻ ഇവിടെ എഴുതാം P1. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ. That is P1 is proportional to X1. അതേപോലെ P2 is proportional to X2. Then proportionality constant എഴുതുകയാണെങ്കിൽ that is P1 proportional to X1, P2 proportional to X2. Proportionality constant എഴുതുകയാണെങ്കിൽ P1 is equal to P10 X1 and P2 is equal to P20 X2. Then ഈ രണ്ട് കമ്പോണൻസിന്റെ ടോട്ടൽ പ്രഷർ P total is equal to P1 plus P2. That is equal to P10 X1 plus P20 X2. Okay.
ക്ലിയർ ആണോ? P10 x1 plus P20 x2 ആയിരിക്കും. ഓക്കെ, Raoult's law in liquid solution. സെറ്റ്. ഓക്കെ, സെറ്റ് ആണോ? ക്ലിയർ ആണോ? Raoult's law ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം P1 എന്താണ്, P2 എന്താണ്, P10 എന്താണ്, P20 എന്താണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തട്ടെ ideal solution and non-ideal solution. Ideal solution and non-ideal solution. എന്താണ് ideal solution, എന്താണ് non-ideal solution? ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ideal solution പറയാം. Ideal solution എന്ന് പറഞ്ഞാൽ Raoult's law obey ചെയ്യുന്ന സൊല്യൂഷൻ, Raoult's law obey ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ideal solution. Obeys Raoult's law. Raoult's law obey ചെയ്യുന്നത് കൊണ്ട് അതിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ Raoult's lawയുടെ ഇക്വേഷൻ ഏതാ? That is P1 equal to P10 x1, P2 equal to P20 x2, and P total is equal to P10 x1 plus P20 x2. Okay. Then ideal solution ആ പേരിൽ തന്നെ it is ideal. അത് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ ആണ്. സൊല്യൂഷൻസ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഐഡിയൽ ആവത്തില്ല, നിയർലി ഐഡിയൽ ആക്കാം. അതായത് P1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു P10 x1 ആക്കാം, P2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു P20 x2 ആക്കാം. എക്സാക്ട്ലി ഈക്വൽ ആയിട്ട് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആകാത്തതിന്റെ കാരണം, ഒരു സൊല്യൂഷൻ ഐഡിയൽ ആകണമെങ്കിൽ രണ്ട് ലിക്വിഡ് സൊല്യൂഷൻസ് മിക്സ് ചെയ്താൽ ആ മിക്സ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് വാല്യൂ 0 ആയിരിക്കും. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. ഓക്കെ, ഡിസൊല്യൂഷൻ ഒന്നുകിൽ എൻഡോതെർമിക് അല്ലെങ്കിൽ എക്സോതെർമിക് ആയിരിക്കും. 0 വരാനുള്ള സാധ്യത പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ ആണ്. അതേപോലെ ഡെൽറ്റ വി മിക്സ് ചെയ്യുമ്പോഴുള്ള വോളിയം അതും 0 ആയിരിക്കും. അതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, ദെൻ ഇവിടുത്തെ ഇന്ററാക്ഷൻ, ഇപ്പൊ ഫസ്റ്റ് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ P1 കമ്പോണന്റ് 1 ഞാൻ സോൾവെന്റ് ആയിട്ട് എടുക്കുന്നു, കമ്പോണന്റ് 2 സൊല്യൂട്ട് ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇവിടുത്തെ ഇന്ററാക്ഷൻസ് പറയുകയാണെങ്കിൽ ആദ്യത്തേല് സോൾവെന്റ് ഉണ്ട്, രണ്ടാമത്തേല് സൊല്യൂട്ട് ഉണ്ട്, മൂന്നാമത്തേല് സോൾവെന്റ് ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഇന്ററാക്ഷൻസ് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷനും അതേപോലെ സോൾവെന്റ് ഇന്ററാക്ഷനും സെയിം ആയിരിക്കും. അതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഓക്കെ, Raoult's law obey ചെയ്യുന്നു, ഡെൽറ്റ എച്ച് മിക്സ് 0, ഡെൽറ്റ വി മിക്സ് 0, ആൻഡ് ഇന്ററാക്ഷൻസ് എല്ലാം സെയിം ആയിരിക്കും. സൊല്യൂട്ട് സോൾവെന്റ് ആൻഡ് സോൾവെന്റ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഐഡിയൽ സൊല്യൂഷൻ Raoult's law obey ചെയ്യുന്നു. അപ്പൊ നോൺ ഐഡിയൽ എന്തായിരിക്കും? ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ. ഡസ് നോട്ട് ഒബേ Raoult's law. Raoult's law ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ ആണ്. Raoult's law ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടീഷൻ ഏതാ? P1 നോട്ട് ഈക്വൽ ടു P10 x1, അതേപോലെ P2 നോട്ട് ഈക്വൽ ടു P20 x2. നോട്ട് ഈക്വൽ ആകുമ്പോൾ രണ്ട് പോസിബിലിറ്റി. P1 നോട്ട് ഈക്വൽ ടു P10 x1 ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റി. ഒന്നെങ്കിൽ P1 വലുതാകാം, അല്ലെങ്കിൽ P1 ചെറുതാകാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം Raoult's law. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം Raoult's law. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവിന്റെ പ്രത്യേകത LHS വാല്യൂ, ദാറ്റ് ഈസ് P1 വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ P10 x1 ആയി. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ P1 വാല്യൂ വിൽ ബി ലെസ്സർ ദാൻ P10 x1. ഓക്കെ, പോസിറ്റീവ് ഗ്രേറ്റർ, നെഗറ്റീവ് ലെസ്. ഇനി ബാക്കിയുള്ള വാല്യൂ ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0 ആണ് ഐഡിയൽ. ഇവിടെ എന്തായാലും നോട്ട് ഈക്വൽ ടു 0. അതേപോലെ ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽ ടു 0. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സ് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതേപോലെ ഡെൽറ്റ വി മിക്സ് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എച്ച്
mix less than 0 ആയിരിക്കും. Delta V mix will be less than 0 ആയിരിക്കും. Okay. Then positive deviation. Positive deviation ആണെങ്കിൽ solute solvent interaction. Solute solvent interaction weak ആയിരിക്കും. Solute solvent interaction weak ആയിരിക്കും. Solute and solvent interaction strong ആയിരിക്കും. Solvent interaction strong ആയിരിക്കും. Okay. Then നേരെ തിരിച്ച് നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ solute solvent interaction strong ആയിരിക്കും. Solute solvent interaction strong ആയിരിക്കും. Soluteും അതേപോലെ solventum weak ആയിരിക്കും. Solventum weak ആയിരിക്കും. Clear? ഇപ്പൊ solute solvent weak ആണെങ്കിൽ പോസിറ്റീവ്, solute solvent strong ആണെങ്കിൽ നെഗറ്റീവ്. ക്ലിയർ ആണോ? നോൺ ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ ആണെങ്കിൽ അടുത്ത ടേം, that is colligative properties. Colligative properties എന്താണ് colligative property? ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത, ഈ പ്രോപ്പർട്ടി മെഷർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി മെഷർ ചെയ്യുമ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്പർ കൂടിയാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ പ്രോപ്പർട്ടി വേരി ചെയ്യും. അപ്പൊ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് colligative property. Okay, it depends on number of solute particles. Mass alla, volume alla, number of solute particles. Solute particles in the number na depend ചെയ്യുന്ന പ്രോപ്പർട്ടി. നമ്പർ കൂടുക കുറയുക ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയും വേരി ചെയ്യും. ദെൻ ഇതിന്റെ യൂസേജ് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനാണ് ഇത് യൂസ് ചെയ്യുക. To calculate the molecular mass of solute. അപ്പോൾ പ്രോപ്പർട്ടി സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് colligative പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്, അത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റിലേറ്റീവ് lowering of vapor pressure. രണ്ടാമത്തേത് elevation of boiling point. മൂന്നാമത്തേത് depression of freezing point. നാലാമൻ osmotic pressure. ഈ നാലൊക്കെ എന്തൊക്കെയാണ്? ആദ്യത്തെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു ലിക്വിഡ് സോൾവെന്റ് എടുത്തു. ലിക്വിഡ് സോൾവെന്റ് വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് സോൾവെന്റ്. ഈ സ്പേസ് മൊത്തം അതെന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ. വോളറ്റൈൽ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ലിക്വിഡ് മോളിക്യൂൾസ് വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യും. വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പ്രഷർ ഇതിന്റെ വാൾസിലും സർഫസിലും എക്സേർട്ട് ചെയ്യും. ആണല്ലോ. കണ്ടെയ്നറിന്റെ വാൾസിലും ലിക്വിഡ് സർഫസിലും ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ പ്രഷർ എന്തായിരിക്കും? P10, പ്യുവർ സ്റ്റേറ്റിലുള്ള പ്രഷർ. ദെൻ ഈ പ്യുവർ ലിക്വിഡിലേക്ക് ഞാൻ കുറച്ച് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾ ആഡ് ചെയ്യാം. നോൺ വോളറ്റൈൽ പാർട്ടിക്കിൾ ആഡ് ചെയ്യാം. നോൺ വോളറ്റൈൽ സോളിഡ്. ഈ നോൺ വോളറ്റൈൽ സോളിഡ് എന്ത് ചെയ്യും? ഈ ലിക്വിഡ് മോളിക്യൂൾസിന്റെ ഇടയിൽ വന്നിരിക്കും. ഇടയിൽ കയറി നിൽക്കും. ഈ ഇടയിൽ കയറി നിൽക്കുമ്പോൾ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഇവിടെ ഓരോരോ ലിക്വിഡ് മോളിക്യൂൾസ് വേപ്പർ സ്റ്റേറ്റിലേക്ക് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല.
ഇവിടെ കുറച്ച് പേര് ഫ്രണ്ടിൽ കയറിയിരിക്കുകയാണ്. ഇവന്മാരെ തള്ളി ഇട്ടിട്ട് വേണം പുറത്തേക്ക് പോകാൻ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലെയറിലും തേർഡ് ലെയറിലും ഇരിക്കുന്ന അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന ലിക്വിഡ് മോളിക്യൂൾസിന് വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇവർ ഫ്രണ്ടിൽ കയറിയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഇത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്? അതായത് സൊല്യൂഷനിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ P1. അപ്പൊ ഇതിൽ ഏത് പ്രഷർ ആയിരിക്കും കൂടുതൽ? കൂടുതൽ ആളുകൾ എക്സേർട്ട് ചെയ്യുന്നതാണോ അതോ കുറവാൾ എക്സേർട്ട് ചെയ്യുന്നതാണോ? പ്രഷർ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? P10 ആയിരിക്കും ഏറ്റവും കൂടുതൽ. P10 is greater than P1. എന്റെ കാരണം സൊല്യൂട്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് മോളിക്യൂൾസ് ഫ്രണ്ടിൽ കയറിയിരിക്കും. ബാക്കിൽ ഇരിക്കണമൊക്കെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. ശരിയാണോ? മോശമല്ലേ? P10 ഗ്രേറ്റർ ദാൻ P1 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതിന്റെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഇതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതാണ് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്തിനാ വെച്ച് റിലേറ്റ് ചെയ്യുന്നത്? ഇനീഷ്യൽ വാല്യൂവിനെ വെച്ച്. ദാറ്റ് ഈസ് P10 മൈനസ് P1 ബൈ P10. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. And relative lowering of vapor pressure P10 minus P1 divided by P10 is equal to mole fraction of second component. That is mole fraction of solute. Then ഈ solution വളരെ dilute ആണെങ്കിൽ ഇവിടെ എഴുതാം N2 by N1 plus N2. Dilute solution ആണെങ്കിൽ N1 component, the number of moles of first component will be greater than N2. അപ്പോൾ ഈ equation എന്ത് ചെയ്താൽ N2 by N1 എഴുതാം. താഴെ ഡിനോമിനേറ്ററിനെ താഴെ ഡിനോമിനേറ്ററിലുള്ള N2നെ നെഗ്ലക്ട് ചെയ്യുക. അത് വളരെ വളരെ ചെറുതാണ്. ഡിവൈഡ് ചെയ്യുന്ന ചെറിയ വാല്യൂ ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കിക്കളാം. ന്യൂമറേറ്ററിലാണെങ്കിൽ ഒഴിവാക്കുക. ഡിനോമിനേറ്ററിൽ ഒരു ചെറിയ വാല്യൂ ഡിവൈഡ് ചെയ്യാണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒഴിവാക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ റിലേറ്റീവ് ലവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ P10 മൈനസ് P1 ബൈ P10 ഈക്വൽ ടു N2 ബൈ N1. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം P10 minus P1 is lowering of vapor pressure. P10 minus P1 by P10 is relative lowering of vapor pressure. So question വായിച്ചിട്ട് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. P10 പ്യുവർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ ആൻഡ് P1 സൊല്യൂഷനിലെ വേപ്പർ പ്രഷർ. ഓക്കെ, then at 100 degrees Celsius, P10 of water, അതായത് പ്യുവർ കമ്പോണന്റ് വാട്ടറിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 atmosphere ആയിരിക്കും. കാരണം എന്താണ്? 100 degrees Celsiusൽ പ്യുവർ കമ്പോണന്റ് വാട്ടറിന്റെ വേപ്പർ പ്രഷർ 1 atmosphere ആയിരിക്കും. കാരണം 100 degrees Celsius എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എസ് സർഫസിൽ എത്രയാണ്? 1. അപ്പൊ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിന്റെ വേപ്പർ പ്രഷർ 1 atmosphere ആകുന്ന ടെമ്പറേച്ചർ. അപ്പൊ 100 degrees Celsiusൽ വെള്ളം ബോയിൽ ചെയ്യും. അപ്പൊ P10 ഓഫ് വാട്ടർ അറ്റ് 100 degrees Celsius 1 atmosphere. നോട്ട് ചെയ്തോളാം. അപ്പൊ ഈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ P10 തന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ സ്കിപ്പ് ചെയ്യരുത്. P10 that will be 1 atmosphere ആയിരിക്കും. കാരണം വെള്ളം ബോയിൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലിക്വിഡ് ബോയിൽ ചെയ്യണമെങ്കിൽ വേപ്പർ പ്രഷർ വാട്ടർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു കാര്യം നോട്ട് ചെയ്തോളാം. അപ്പൊ ക്ലിയർ ആണോ? റിലേറ്റീവ് ലവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പോയിന്റ്. അപ്പൊ നെക്സ്റ്റ് വൺ, അടുത്തത് elevation of boiling point. Elevation of boiling point. Okay, ഒരു particular solution, ആ സൊല്യൂഷന്റെ ഒരു particular solvent എടുക്കുക. ഒരു particular solvent, ഈ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് അതായത് പ്യുവർ സ്റ്റേറ്റ് ആണ്, പ്യുവർ കമ്പോണന്റ് ആണ്, സൊല്യൂട്ട് ഇല്ല. ബോയിലിംഗ് പോയിന്റ് T0B എന്ന് എടുക്കുക. T0B
ദെൻ ഈ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തു. സൊല്യൂട്ട് ആഡ് ചെയ്ത് അതൊരു സൊല്യൂഷൻ ആക്കി മേക്ക് ചെയ്തു. സൊല്യൂട്ട് ആഡ് ചെയ്തു. സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഇസ് TB. ഇപ്പൊ പ്യുവർ കമ്പോണന്റ് ബോയിലിംഗ് പോയിന്റ് T0B. അതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോൾവെന്റ് മോളിക്യൂൾസിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ്. That means boiling point of solution will be greater than boiling point of pure component. ഇതാണ് നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം തിളച്ച് മറിയുമ്പോൾ അതിൽ കുറച്ച് പഞ്ചസാരയോ ചായയോ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് താഴും. കാരണം അത് സൊല്യൂഷനായി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? സൊല്യൂഷനായി കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് അവിടെ ഇൻക്രീസ് ചെയ്തു. കുറച്ചുകൂടെ ടെമ്പറേച്ചർ കൊടുത്താലേ അത് വീണ്ടും ബോയിൽ ചെയ്യത്തുള്ളൂ. ഓക്കെ ആണോ? അപ്പൊ ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനെയാണ് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുക. ടെമ്പറേച്ചർ ഡിഫറൻസ് ഹയസ്റ്റ് വാല്യൂ TB മൈനസ് T0B is equal to delta TB. ഈ ഡെൽറ്റ TB നെ വിളിക്കാം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു KB into molarity. KB is a constant. KB കോൺസ്റ്റന്റ് വിളിക്കുന്ന പേര് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ ആണോ? ഇപ്പൊ മൂന്നാമത്തേത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. Depression of freezing point, depression. Okay, a particular solvent, pure solvent, അതിന്റെ freezing point ഞാൻ ഇവിടെ T0F എന്ന് എഴുതുന്നു. T0F. ഈ പ്യൂർ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് കമ്പോണൻസ് ആഡ് ചെയ്തു. ഓൾറെഡി ഇതിൽ സോൾവെന്റ് ഉണ്ട്. സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? സൊല്യൂഷൻ ആയിട്ട് മാറും. ഒരു പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് T0F ആണ്. അതിലേക്ക് സൊല്യൂട്ട് കമ്പോണൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. ബോയിലിംഗ് പോയിന്റ് ആണ് ഇൻക്രീസ് ചെയ്യും, ഫ്രീസിംഗ് പോയിന്റ് ആണ് ഡിക്രീസ് ചെയ്യും. ഫ്രീസിംഗ് പോയിന്റ് എഴുതാം TF. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആരായിരിക്കും വലുത്? ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ് വലുത്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഡിക്രീസ് ചെയ്യും. ഇതിന്റെ ഡിഫറൻസ് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ T0F minus TF is equal to delta TF. A change in freezing point is called depression of freezing point, and it is equal to kf into A. You have the highest tolerance for organized chores of anyone I know. I don't know. എന്താണ് ഈ ഉദ്ദേശിച്ചത്? ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ലിസൺ. ഓക്കെ, ലിസൺ, ഫോക്കസ്. ഇപ്പൊ KF into M. Delta TF is equal to KF into M. And KF is called cryoscopic constant. Cryoscopic constant. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ വെള്ളം ഫ്രീസറിൽ വെക്കുന്നു, ഒരു 3 to 4 ടൈംസിൽ അത് ഫ്രീസ് ചെയ്ത് കിട്ടും. പക്ഷേ സോഡാ വാട്ടർ അല്ലെങ്കിൽ കൊക്കക്കോള ഇതൊന്നും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഐസായിട്ട് മാറില്ല. കാരണം സോഡാ വാട്ടർ അല്ലെങ്കിൽ കൊക്കക്കോള അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷനാണ്. സൊല്യൂഷൻ ആകുമ്പോൾ അവിടെ 0 ഡിഗ്രിയിൽ ഫ്രീസ് ആവില്ല, അതിന് താഴെ ടെമ്പറേച്ചറിലെ ഫ്രീസ് ആവത്തുള്ളൂ. അപ്പൊ അതാണ് നമുക്ക് ഫ്രീസറിൽ കയറ്റി വെക്കാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ അതുപോലെ ഒരു എക്സാമ്പിൾ, ഇപ്പോ തണുപ്പുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ റോഡിൽ നോക്കുകയാണെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ മഞ്ഞ് കിടക്കുന്നതാണ്. ഐസ് ക്യൂബ്സ് ഇതൊക്കെ കിടക്കും റോഡിൽ കൂടെ പോകുമ്പോൾ. അപ്പൊ 2 പോസിബിലിറ്റി. ഒന്നെങ്കിൽ ഒരു വലിയ JCB ഒക്കെ വെച്ചിട്ട് ഈ മഞ്ഞെടുത്ത് കളയാം. പക്ഷെ കെമിസ്ട്രി അറിയാവുന്നവനാണെങ്കിൽ അവൻ JCB വെക്കില്ല. അവൻ അവിടെ എന്ത് ചെയ്യും? കുറച്ച് NaCl
NaCl സോളിഡ് വെതർ റോഡിലേക്ക്. അപ്പൊ അവിടെ ഐസ് ക്യൂബ്സ് ഒക്കെ ഉരുകാൻ തുടങ്ങും. എന്തായിരിക്കും അതിന്റെ കോൺസെപ്റ്റ്? റോഡിൽ ഐസ് ആയിട്ട് വരുമ്പോൾ അവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഐസ് ആയിട്ട് മാറും. ഓക്കെ, NaCl ആഡ് ചെയ്താൽ എന്തായി? അത് സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഐസ് ആക്കണമെങ്കിൽ കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറച്ചാലേ അത് സോളിഡ് ആക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും? സൊല്യൂഷൻ അവിടെ വെള്ളമായിട്ട് കിടക്കും. സെയിം 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -1 ഡിഗ്രി സെൽഷ്യസിൽ അത് വെള്ളമായിട്ട് കിടക്കും. ഓക്കെ, അപ്പൊ ബുദ്ധിയുള്ളവന്മാര്, കെമിസ്ട്രി പഠിച്ചവന്മാര് വെറുതെ NaCl അങ്ങ് വിതറി അവിടെ ഐസ് ക്യൂബ്സിനെയൊക്കെ കളയും. അപ്പൊ ഓക്കെ ആണോ? അതേപോലെ നാഷണൽ പെർമിറ്റ് വണ്ടീസ്, ഇന്ത്യ മൊത്തം പോകുന്ന വണ്ടി, അതിൽ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടാവും. അതായത് വലിയ വലിയ വണ്ടികൾ, അതിൽ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. ഈ റേഡിയേറ്ററിൽ ഈഥൈലിൻ ഗ്ലൈക്കോൾ അവിടെ മിക്സ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊന്നും കുഴപ്പമില്ല. ഇപ്പൊ പഞ്ചാബ് അല്ലെങ്കിൽ അങ്ങ് നോർത്തിലേക്കുള്ള ചില സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തണുപ്പെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പഞ്ചാബ്, ഡൽഹി അവിടെയൊക്കെ തണുപ്പ് സമയത്ത് ടെമ്പറേച്ചർ മൈനസിലേക്ക് പോകും, വളരെയധികം ടെമ്പറേച്ചറിലേക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വണ്ടികളിലുള്ള റേഡിയേറ്ററിലുള്ള വെള്ളം ഐസായിട്ട് മാറും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അതിൽ മറ്റു സൊല്യൂട്ട് പാർട്ടിക്കിൾസും മിക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ അതും ഒരു എക്സാമ്പിൾ ആണ് ഇത്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ക്ലിയർ ആണോ 3 എണ്ണം പറഞ്ഞത്? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ അടുത്തത് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ആദ്യം ഓസ്മോസിസ് എന്താണെന്ന് അറിയണം. ഓസ്മോസിസ് നിങ്ങൾ ബയോളജിയിൽ പഠിക്കുന്നുണ്ട്. ആ ഓസ്മോസിസ് തന്നെയാണ് ഈ ഓസ്മോസിസ്. പക്ഷേ ഡെഫിനിഷൻ മാത്രമാണ് ചെറിയ വ്യത്യാസം. ഫോർ എക്സാമ്പിൾ എറണാകുളത്ത് നിന്ന് കാലിക്കറ്റ് വരെ 200 കിലോമീറ്റർ. ഇത് രണ്ട് രീതിയിൽ പറയാം. എറണാകുളത്ത് നിന്ന് കാലിക്കറ്റ് വരെ 200 കിലോമീറ്റർ, അത് ഒരാൾക്ക് പറയാം. മറ്റേ ആൾ പറയുന്നു കാലിക്കറ്റ് നിന്ന് എറണാകുളം വരെ 200 കിലോമീറ്റർ. രണ്ടും പറയുന്നത് സെയിം ആണ്. ഓക്കെ, ഒരാൾ പറയുന്നത് എറണാകുളത്ത് നിന്ന് കാലിക്കറ്റ് വരെ 200, മറ്റേ ആൾ പറയുന്നത് കാലിക്കറ്റ് നിന്ന് എറണാകുളത്ത് വരെ 200. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഈ ഡെഫിനിഷനുള്ളൂ. ഓക്കെ, ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പാത്തിലൂടെ, ആ സ്പെഷ്യൽ പാത്തിന് പറയാം സെമി പെർമിയബിൾ മെംബ്രെയിൻ. സ്പെഷ്യൽ പാത്തിലൂടെ ഹയർ സോൾവെന്റ് കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ സോൾവെന്റ് കോൺസെൻട്രേഷനിലേക്കുള്ള സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ ആണ്. ഇപ്പൊ സോൾവെന്റ് മോളിക്യൂൾസ് എവിടെ നിന്ന് എവിടേക്ക് മൂവ് ചെയ്യും? ഹയർ സോൾവെന്റ് കോൺസെൻട്രേഷൻ ടു ലോവർ സോൾവെന്റ് കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ പാത്താണ്. ഒരാളെ ബ്ലോക്ക് ചെയ്യും, മറ്റാളെ കടത്തി. ഇത് ഞാൻ ഇനി തിരിച്ചു പറയാം, സൊല്യൂട്ടിന്റെ ബേസിൽ പറയാം. സോൾവെന്റ് ഹയർ ആണെങ്കിൽ അവിടെ സൊല്യൂട്ട് എന്തായിരിക്കും? ലോവർ ആയിരിക്കും. അപ്പൊ തിരിച്ചു പറയുകയാണെങ്കിൽ എന്ത് ചെയ്താം? ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷനിലേക്കുള്ള സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ. ഇതാണ് രണ്ട് രീതിയിൽ പറയുന്നു. രണ്ടും പറയുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ കെമിസ്ട്രിയിൽ പറയുമ്പോൾ സൊല്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഇപ്പൊ സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ എവിടെ നിന്ന് എവിടേക്കായിരിക്കും? ഡൈല്യൂട്ട് സൊല്യൂഷൻ ടു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ക്ലിയർ ആണോ ഓസ്മോസിസ്? Is it clear? Clear ആണോ ഓസ്മോസിസ്?
ഓസ്മോസിസ് ക്ലിയർ ആണെങ്കിൽ അടുത്ത രണ്ട് പേരുകളെ പറ്റി പറയാം. കമിൻ എന്ന് പറയുന്ന പോലെ പറഞ്ഞു നോക്കിയതാ. നമ്മളൊന്നും അല്ലേ അത് ഓക്കിബായ്. അപ്പൊ അടുത്ത് ഓസ്മോസിസ് പറഞ്ഞു. ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ, സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, റോഷന നീ ചിരിക്കാൻ നേരത്തെ ഞാൻ പറയാട്ടോ. സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓസ്മോസിസ് പറഞ്ഞു. ഓസ്മോസിസ് അപ്പൊ ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഹയർ കോൺസെൻട്രേഷൻ വെച്ചിരിക്കുകയാണ്. സൊല്യൂട്ടിനെ ബേസ് ചെയ്ത് പറയാം. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. റൈറ്റ് സൈഡിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ. അപ്പൊ ഇനീഷ്യലി ഓസ്മോസിസ് എവിടെ നിന്ന് എവിടേക്ക് നടക്കും? ഓസ്മോസിസ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ടു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. Then ഈ സൊല്യൂഷനിൽ സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രഷർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യാം. ആ പർട്ടിക്കുലർ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസിന്റെ ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻ സൈഡിൽ അല്ലെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ദെൻ ഈ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രഷർ വാല്യൂ അത് കഴിഞ്ഞും വീണ്ടും കൂട്ടി കൊടുക്കുക. അതായത് വീണ്ടും നമ്മൾ എക്സ്ട്രാ പ്രഷർ ഇൻക്രീസ് ചെയ്യുക. വീണ്ടും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവെന്റ് മോളിക്യൂൾസ് നേരെ റിവേഴ്സ് ആയിട്ട് ഫ്ലോ ചെയ്യും. എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ഡൈല്യൂട്ട് സൊല്യൂഷനിലേക്ക് പോകും. അതിനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ പി എന്ന് കൊടുക്കുകയാണ്. പി അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ ലെസ് ആണെങ്കിൽ ഓസ്മോസിസ്, ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ നോ ഫ്ലോ, ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ്. ദെൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ്. ക്ലിയർ? ഓസ്മോട്ടിക് പ്രഷർ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് പറയാം അടുത്ത ക്ലാസ്സിൽ. ബാക്കി റിമൈനിങ് വരുന്നത് ഓസ്മോട്ടിക് പ്രഷർ സെയിം ആവുമ്പോൾ എങ്ങനെ, ഡിഫറെന്റ് ആവുമ്പോൾ എങ്ങനെ, ദെൻ മോളാർ മാസ് ഡിഫറെന്റ് വരുമ്പോൾ എങ്ങനെ, പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ വളരെയധികം കോൺസെപ്റ്റ് ഉള്ള ഒരു ചാപ്റ്ററാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ ആണോ മക്കളെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ ആണെന്ന് പറയൂ. നന്ദി സാർ, ரொம்ப നന്ദി. ഓക്കെ, അടുത്ത ലെക്ചറിൽ കാണാം. ഓക്കെ, താങ്ക് യു.